എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഏറെ പുരോഗമിക്കുന്ന ഈ കാലഘട്ടത്തിലും മിത്തുകൾ സമൂഹത്തിൽ വേരൂന്നുകയാണ്. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഇത് തന്നെയാണ്, വേരുറപ്പിക്കുന്ന മിത്തുകൾ. നമ്മുടെ ചർച്ചയ്ക്ക് ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത് ശ്രീ ബാഹുലീശ്വർ, സാമൂഹ്യ നിരീക്ഷകൻ, ഡോക്ടർ സനൂപ്, സാമൂഹ്യ നിരീക്ഷകൻ, ഡോക്ടർ സനൂപ് ശാസ്ത്രജ്ഞൻ, ശ്രീമതി സുബ, സാമൂഹ്യ നിരീക്ഷക. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ആദ്യമായി ശ്രീ ബാഹുലീശ്വറിനോട്. നമ്മുടെ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദിനം പ്രതി കൂടിക്കൂടി വരികയാണ്. വിദ്യാസമ്പന്നർ പോലും ആഭിചാര പ്രക്രിയകളുടെ പിറകെ പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മിത്തുകൾ സമൂഹത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നാണ് താങ്കൾക്ക് പറയുവാനുള്ളത്? ആദ്യം മനസ്സിലാക്കുന്ന കാര്യം വിത്തുകൾ നമ്മുടെ പൂർവികരും നമുക്ക് കൈമാറുണ്ടായിരുന്നു. അതേ കേവലം അന്ധവിശ്വാസമെന്നും അനാചാരമെന്നും പറഞ്ഞ് അവമാനിക്കുന്നതിനോട് തീർച്ചയായും എനിക്ക് യാതൊരു യോജിപ്പില്ല. മിത്തുകളെ അങ്ങനെ അടച്ചാക്ഷേപിക്കരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഡോക്ടർ സനൂപ്, എന്താണ് അഭിപ്രായം? ഞാൻ പൊതുവെ പുള്ളിയോട് പറയുന്നത് യോജിക്കുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തുകളെല്ലാം നമുക്ക് എല്ലാ അനാചാരങ്ങൾക്ക് എതിരെ ആചാരങ്ങൾക്കായി പ്രവർത്തിക്കുന്നതാണ്. എല്ലാം നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ളതല്ല. അത് അനാചാരങ്ങൾക്കും അശാസ്ത്രീയമായി ഉപയോഗിക്കുന്നതിന്റെ കുഴപ്പം കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ തെറ്റായ മെസ്സേജ് വരുത്തുന്നത്. ശ്രീമതി സുമ, എന്താണ് അഭിപ്രായം? ഞാൻ ഡോക്ടർ പറയുന്നതിനോട് തീർച്ചയായും യോജിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ പല മിത്തുകളും സ്ത്രീകൾക്കെതിരായിട്ടാണ് നിലനിൽക്കുന്നത്. ഇപ്പോ ആരെങ്കിലും അവരുടെ മുട്ടിൽ താഴെ മുടി നീട്ടി വളർത്തിയാൽ അത് ഭർത്താവിന് ദോഷമാണെന്നും, അല്ലെങ്കിൽ മാസമുറയുള്ള പെൺകുട്ടികൾ തുളസി ചെടിയിലെ തൊട്ടിയാൽ അല്ല ഇല കരിഞ്ഞു പോകുന്നു, അങ്ങനെ എത്ര എത്ര മിത്തുകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ശാസ്ത്രവശമാണ്. എല്ലാം നമ്മൾ ശാസ്ത്രീയമായി എടുക്കേണ്ട തെളിവുകളെല്ലാം സമൂഹത്തിനെ പ്രോത്സാഹനമായി ഉപയോഗിക്കണം എന്നാണ് രാമകൃഷ്ണൻ പറയുന്നത്. താങ്കളൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. താങ്കൾ അത് വേണം ആദ്യം സമൂഹത്തിന് കൊടുക്കാനായിട്ട്. അപ്പൊ താങ്കൾ അതിന് ഇപ്പൊ ഞാൻ മിത്തുകൾ എന്താണെന്നും സയന്റിഫിക് മീൻസ് നമ്മളൊരു കാര്യത്തെ കുറച്ച് എവിഡൻസ് കൊണ്ട് പ്രൂവ് ചെയ്ത് അല്ല, ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ ഇടയ്ക്ക് പറയാതിരിക്കുക. അപ്പൊ ഈ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തതിനെ ഇനി അത് പുതിയ പുതിയ സയന്റിഫിക് ആയിട്ടുള്ള പ്രൂഫുകൾ വരുമ്പോൾ പുതിയ പുതിയ ശാസ്ത്രശാസ്ത്രങ്ങൾ ജനിക്കുകയാണ്. അതേസമയം മിത്തുകൾ എന്ന് പറയുന്നത് പണ്ട് മുതലേ കൈമാറി വന്ന് എന്താണ് കെട്ടുകഥകൾ. അത് പുതിയ പുതിയ ജനറേഷനിലോട്ട് കൊടുക്കുമ്പോൾ പുതിയ പുതിയ കഥയായി മാറും. അത് സമൂഹത്തിലേക്ക് എത്തും. അതാണ് താങ്കൾ ആദ്യം അതാണ് മനസ്സിലാക്കേണ്ടത്. പോയി അടുത്ത പറ്റി പറഞ്ഞപ്പോൾ നമുക്ക് എത്രത്തോളം കാവ്യമുണ്ടായിരുന്നു ഈ കേരളത്തിൽ. 10,000-ത്തിലൊരു കാവ്യമുണ്ടായിരുന്നു. അവയെല്ലാം അന്ധവിശ്വാസത്തിന്റെയും അനാചാരമായി ഈറ്റിലുമെന്ന് പറഞ്ഞുകൊണ്ട് നശിപ്പിക്കാറുണ്ടായിരുന്നു. കേരളത്തിൽ ഇപ്പൊ ചുരുങ്ങിയത് 1000 കാവുകളുണ്ടോ നമുക്കറിയില്ല. ഇവയെല്ലാം നശിപ്പിച്ചിട്ട് ഇപ്പോഴാണ് ഒരു ബോധം വന്നത്. ശാസ്ത്രകാർ ബോധം വന്ന് ഇപ്പോഴാണ് അവരത് വേർതിരിപ്പിക്കാനും അതുപോലെ തന്നെ അതിലേക്ക് പണ്ടും പുറത്തു തുടങ്ങിയത്. അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കട്ടെ. കാവുകൾ എന്ന് പറയുന്നതിന് ഇപ്പോഴേ അത് കാവുകൾ അനാചാരങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അതിന് പിന്നെയാണ് ശാസ്ത്രീയമായി അതെ ഗുണകരമാണ്, പ്രകൃതി ഗുണകരമാണെന്ന് ഇപ്പോഴാണ് ശാസ്ത്രം തെളിയിക്കുന്നത്. കാവുകൾ കാരണം എക്കോസിസ്റ്റം അതേക്കണക്ക് നിലനിൽക്കും. അജയ, ഞാനിപ്പോ തന്നെ ഈ ഫോണിൽ വരുന്ന പല മെസ്സേജുകൾ നോക്കി ഇങ്ങനെ മറുപടി പറയാം. ഈ AI കാലഘട്ടത്തിലും ഈ ബാഹുലേശ്വർ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്. അപ്പോ അജയ, എന്താണ് വാരണാസി? എന്താണ് അല്ല വാരണാസിയിൽ നടന്നത്? അവിടെ ഈ ശവശരീരങ്ങൾ ദഹിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ ഈ ശവശരീരങ്ങൾ ദഹിപ്പിക്കുമ്പോ പലപ്പോഴും ഇത് തനിയെ എഴുന്നേറ്റ് നിൽക്കുന്നു, തനിയെ കാലും കൈ വരക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അത് ആത്മാവ് പോകുന്നതാണെന്ന് പല രീതിയിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സംഭവം അതല്ല. ഈ മനുഷ്യ ശരീരം അതൊരു ശവശരീരമായതിനു ശേഷം അതിനുണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ കാരണം, അത് അത്രയും കഠിനമായ ചൂട് കാരണം ഉണ്ടാകുന്ന വ്യത്യാസം കാരണമാണ് പറയുന്നത്. എനിക്ക് അതിന്റെ സയന്റിഫിക് ഭാഗം ഡോക്ടറിന് പറയാൻ പറ്റുമായിരിക്കും അല്ലേ ഡോക്ടർ? ഞാൻ സുമ പറയുന്നതിനോട് യോജിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശാസ്ത്രീയ വശം എന്ന് വെച്ചാൽ നമ്മൾ സയന്റിഫിക്കലി ഒരു ബോഡി ക്രിമേഷൻ നടത്തുമ്പോൾ അതിന്റെ നമ്മുടെ മസിൽ കോൺട്രാക്ഷൻ വരും. കൈക്കും കാലിനും മസിൽ കോൺട്രാക്ഷൻ വരും. അതാണ് നമ്മൾ ശരീരം പിണിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. അത്രയും ചൂടാണ് അവിടെ അനുഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വരുന്നു, നൈട്രിക് ഓക്സൈഡ് വരുന്നു, സൾഫർ ഡൈ ഓക്സൈഡ് വരുന്നു. ഇതെല്ലാം കാണുമ്പോൾ പുകയും ഈ എണീക്കുന്നവർ കാരണം നാട്ടുകാരിലേക്കുന്ന ആത്മാവ് കൂടി പോകുന്നതാണ്. ശരിക്കും സയന്റിഫിക്കലി ഇതാണ് പ്രോപ്പർ രീതിക്ക് ക്രിമേഷൻ നടത്തിയതെന്ന് നമ്മൾ. അതെ അതെ, ഡോക്ടർ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഇത്തരം അന്ധവിശ്വാസങ്ങൾ കൂടി വരികയാണ് നമ്മുടെ സമൂഹത്തില്. പ്രത്യേകിച്ച് നിങ്ങൾ ആരോഗ്യ ഈ തിരുവനന്തപുരത്ത് ശ്രീമതി സുമ,
നിങ്ങൾ ദയവ് ചെയ്ത് നമുക്ക് ഈ ഒരു വിഷയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഈ ഡോക്ടർ സനൂപിനോട്. അന്ധവിശ്വാസങ്ങൾ മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിലും മിത്തുകൾ കടന്നുകൂടുന്നുണ്ട്. അശാസ്ത്രീയമായ ജീവിത രീതികളെ പറ്റി ഈ ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ആദ്യം പറയേണ്ടത് വഴക്കുകളുണ്ട്. 1ാം ക്ലാസ്സിലാണ് ഞാൻ ഓർമ്മയിലേക്ക് പോയപ്പോ. അപ്പൊ എനിക്ക് പറയുന്ന ജീവിത രീതിയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എനിക്ക് ആദ്യം ഓർമ്മ വന്ന ടൂത്ത് പേസ്റ്റിന്റെ കാര്യം. കൈ പൊള്ളിക്കഴിഞ്ഞാൽ ആദ്യം ഓടിച്ചത് ടൂത്ത് പേസ്റ്റ് ഇല്ല. അതാണ് നമ്മളെ അമ്മമാരും നമ്മളെ പഴയ തലമുറകൾ അതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും സിൽവർ എക്സ് എന്ന് പറഞ്ഞ മരുന്നുണ്ട്. ആ മരുന്നെന്ന് പറയുന്നത് നാനോ ടെക്നോളജി രൂപം വിളിച്ചതാണ്. അപ്പൊ അതിന്റെ മരുന്ന് ശരിക്കും വേറെ വന്നു കഴിഞ്ഞാൽ അവിടെ വെള്ളം ഉപയോഗിച്ച് കഴുകാറാണ് ഈ കട്ടത്തെങ്കിൽ. അപ്പൊ നമുക്ക് തണുപ്പിക്കുക, ചൂടിനെ മാറ്റുക, അതാണ് മെയിൻ നമ്മുടെ ശാസ്ത്രം. ചൂടിനെ മാറ്റിയാൽ അവിടുത്തെ ബേർ നമുക്ക് മാറ്റാൻ പറ്റും. ശരിക്കും സിൽവർ എക്സ് എന്ന് പറഞ്ഞ മരുന്നും കോൾഗേറ്റ് ഒരേപോലെ ഇരിക്കുമ്പോൾ എല്ലാവരും കോൾഗേറ്റിലേക്ക് മാറി. കോൾഗേറ്റ് ഇട്ടാൽ ഈ ബേണ് കൂടത്തേ ഉള്ളൂ, ഒരിക്കലും കുറയാൻ പോകില്ല. അതാണ് ശാസ്ത്രം. അതെ ഡോക്ടർ, നമ്മുടെ ഭക്ഷണ രീതികളിൽ ഇതുപോലുള്ള മിഥ്യാധാരണകളുണ്ട് ഇല്ലേ? ഇപ്പൊ ഡീറ്റോക്സ് എടുക്കുന്നുണ്ട്. ഓരോരോ പരസ്യങ്ങൾ കാണും. കേരളീയരുടെ മെയിൻ ഇതാണ്, ആരെങ്കിലും പരസ്യം ചെയ്യുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നടനാണെങ്കിൽ പിന്നെ അതിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ. അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നു, അത് ഉപയോഗിക്കുന്നു. ശരിക്കും ഡീറ്റോക്സ് എന്ന് പറയുന്നത് ടോക്സിസിറ്റി കുറയ്ക്കാനാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കിഡ്നിയും ലിവറും പ്രോപ്പർ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരുടെയും കിഡ്നി ലിവറൊക്കെ ടോക്സിസിറ്റി കുറയ്ക്കുന്നതാണ്. ശരിക്കും അപ്പൊ ഡീറ്റോക്സിന് ആവശ്യമില്ല. കമ്പനികൾ വെറുതെ പൈസയ്ക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നത് മാത്രമാണ്. അതോടൊപ്പം തന്നെ MSG, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്, നമ്മുടെ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞാൽ അജിനോമോട്ടോ. ശരിക്കും ചൈനീസ് സിൻഡ്രോം എന്ന് പറയുന്ന ചൈനീസ് റെസ്റ്റോറൻറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് ഒരു മാസിക അടിച്ചിറക്കിയതാണ്. അവർ ചൈനീസ് റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിച്ചിട്ട് പനി ഇതൊക്കെ വരുന്നു. അത് ഇന്ത്യക്കാർ ഏറ്റെടുത്തു. അപ്പോൾ അജിനോമോട്ടോയ്ക്ക് എതിരായി. ശരിക്കും അജിനോമോട്ടോ ഒരു അഡിക്റ്റീവ് മാത്രമാണ്. ഒരു 3 ഗ്രാമിൽ കൂടുതൽ ശരീരത്തിൽ 75 കിലോ വെയിറ്റുള്ള 3 ഗ്രാമിൽ കൂടുതൽ എന്നാലേ മരിക്കുള്ളൂ. എന്തെങ്കിലും ഫംഗ്ഷൻ ഡാമേജ് വരുത്തുള്ളൂ. ശരിക്കും പോയിന്റ് സംതിങ് മാത്രമേ അജിനോമോട്ടോ ഡെയിലി യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ലാത്ത അഡിക്റ്റീവ് ആണ്. ഈ ഫാസ്റ്റ് ഫുഡ് ഇത് നല്ലതാണോ? അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഫാസ്റ്റ് ഫുഡ് ചെയ്തതിൽ എക്സസൈസ് ആയിട്ട് ഉപയോഗിച്ചാൽ സമാധാനപ്പെടും. അല്ലെങ്കിൽ ഈ ബാഹുലേശ്വരന് കൊറോണ ബാധിക്കാന്ന് പറഞ്ഞോളൂ. മിസ്റ്റർ ബാഹുൽ, മിത്തുകളെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് ബെർമുഡ ട്രയാങ്കിൾ. അനുഗ്രഹ ജീവികളുടെ സാന്നിധ്യം, ടൈം ട്രാവലിംഗ് തുടങ്ങി അനവധി കാര്യങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. അതിനെ പറ്റി എന്താണ് പറയുന്നത്? അറിയാവുന്നവരോട് ചോദിക്കൂ. ഈ അറിയാവുന്നവരോട് ചോദിച്ചാലേ കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞുതരാം ചെയ്യാം. ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ നമുക്ക് ശാസ്ത്രജ്ഞനോട് ഡോക്ടർ സനു തുടരും. ശരിക്കും ബെർമുഡ ട്രയാങ്കിൾ ആൾക്കാർ സൃഷ്ടിക്കപ്പെട്ടത് ന്യൂസും മാധ്യമങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് മാത്രമാണ്. ശരിക്കും അതിന്റെ രീതി നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ പൊതുസമൂഹത്തോട് ഡോക്ടർ സനൂപിന് എന്താണ് പറയാനുള്ളത്? നമുക്ക് പെട്ടെന്ന് വാക്കുകൾ നോക്കാം. എനിക്ക് ഈ മിത്തും നമ്മുടെ ഇപ്പോഴത്തെ തലമുറ ഡ്രഗ്സിലേക്ക് പോവുകയാണ്, എല്ലാ യുവാക്കളിലേക്ക്. അപ്പൊ ഞാൻ ഇതൊന്നും കൂട്ടി യോജിപ്പിക്കുകയാണ്. ശരിക്കും എല്ലാവരുടെയും വിചാരം ഡ്രഗ്സ് ഉപയോഗിച്ച് എനിക്കെന്തോ പവർ കിട്ടും, ഞാൻ എത്രയും നാളെ ദുഃഖങ്ങളെല്ലാം മാറി നിൽക്കും, ഞാൻ എന്തോ വലിയൊരാളാണെന്നൊരു വിചാരം. ശരിക്കും അതുകൊണ്ട് ഉപയോഗമൊന്നുമില്ല. ശരിക്കും ദോഷവിഷയം മാത്രം, കിഡ്നിയും ലിവറും എല്ലാം ഡാമേജ് ആയി ക്യാൻസർ വന്ന് ആശുപത്രി കിടന്നിട്ട് റിലീഫിന് വരെ ദുഃഖം മാത്രം അനുഭവിച്ച് നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും അതൊക്കെ ഒന്ന് മാറാൻ സമയം കഴിഞ്ഞിരിക്കും നമ്മുടെ സമൂഹത്തിൽ. അതെ, ശാസ്ത്ര പഠനത്തിന്റെ അഭാവമല്ല, ശാസ്ത്രബോധമില്ലായ്മയാണ് നമ്മുടെ പ്രശ്നം. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി. മറ്റൊരു വിഷയമായി മറ്റൊരു ചർച്ചയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.